ഇതിനകത്ത് ഏതാണ്ടൊക്കെ പറയുന്നത്. Hello, Miss. Ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ ഒക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? Yes, ma'am. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പഠിക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. പഠിച്ചു കഴിഞ്ഞോ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടുമോ? ആൻസർ പറയാൻ പറ്റുമോ? പറ്റും. ഓക്കെ, പിന്നെ ചോദിക്കാം കേട്ടോ. ക്ലാസ് കഴിയാറാകുമ്പോ ചോദിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് തേർഡ് ചാപ്റ്റർ ആണ് കഴിഞ്ഞത്. ഇനി അടുത്തത് ഫോർത്ത് ചാപ്റ്റർ ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, കാണുന്നുണ്ടോ? നിങ്ങള് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. നരേന്ദ്രൻ KS, നരേന്ദ്രൻ KS, മോളെ വീഡിയോ ഓൺ ആണ് കേട്ടോ. ഓൺ ചെയ്ത് വെച്ചായിരുന്നോ? വീഡിയോ ഓഫ് ചെയ്യട്ടോ. നരേന്ദ്രൻ ഇവിടെ കൊടുത്തിരിക്കുന്നേ. വീഡിയോ ഓഫ് ആക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിലോട്ട് പോകാം അല്ലെ? എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ. There are different type of hospital and each type has its own characteristics, strength and limitations. Owing to variation in types, it is necessary to classify to understand its type. അതായത് നമ്മൾക്കറിയാം അല്ലെ, നമ്മളിപ്പോ ഹോസ്പിറ്റലുകളൊക്കെ കാണാറുള്ളതാണ് അല്ലെ. അപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണുള്ളത്. എല്ലാ ഹോസ്പിറ്റലും എന്തല്ല, ഒരേപോലെയുള്ള ഒന്നല്ല. പലതരത്തിൽ എന്താണ് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. പലതരത്തിലും എന്താണ് ഡിഫറൻസ് ഉണ്ട്. ഓരോരോ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതിപ്പോ താഴെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ പറയാം. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്, ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽസിനെ നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാം, തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നാമത് പറയുന്നുണ്ട് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് ലിമിറ്റേഷൻസിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ആ ഹോസ്പിറ്റലിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകള്, പിന്നെ എന്താണ് അവിടെ എത്ര എന്താ പറയാ, അവിടെ നൽകുന്ന സർവീസ് ഇങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഇപ്പൊ പല ഹോസ്പിറ്റലുകൾക്കും പലതരത്തിലുള്ള സർവീസസ് ആയിരിക്കും ഉണ്ടാവുക. ചിലയിടത്ത് കുറവായിട്ടുള്ള സർവീസ്, വളരെ ചുരുക്കം സർവീസ് മാത്രമേ കൊടുക്കുള്ളൂ. ചില സ്ഥലത്താണെങ്കിൽ കൂടുതലായിട്ടുള്ള സർവീസ് കൊടുക്കും. അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, പലതരത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തില് ഈ ഒരു ഹോസ്പിറ്റലിനെ തരംതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലുകളെ പലതരത്തില് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ്.
താഴെ കാണുന്ന ക്രമത്തിലാണ് ഹോസ്പിറ്റലുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് സൈസ് ആണ്. ഓക്കെ, സൈസ്. രണ്ടാമത്തേത് ലെവൽ ഓഫ് കെയർ ആണ്. ഓക്കെ, ലെവൽ ഓഫ് കെയർ വരുന്നുണ്ട്. മൂന്നാമത്തേത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. നാലാമത്തേത് ഓണർഷിപ്പ്. അഞ്ചാമത്തേത് സിസ്റ്റം ഓഫ് മെഡിസിൻ. ആറാമത്തേത് ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, വലിപ്പം എങ്ങനെയാണ് അതാണ് നോക്കുന്നത്. സൈസ് എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ എന്നാണ് നോക്കുന്നത്. രണ്ടാമത്തത് ലെവൽ ഓഫ് കെയർ, അതായത് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പരിചരണത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, കെയർ കൊടുക്കുന്നുണ്ടാവും അല്ലെ, പല ഹോസ്പിറ്റൽസും പലതരത്തിലുള്ള കെയറിംഗ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില്. പിന്നീട് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, അതായത് അവിടെ കൊടുക്കുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തില്. പിന്നെ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തില്, അതായത് ഹോസ്പിറ്റൽ ആരാണ് ഓൺ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കും ഹോസ്പിറ്റലുകളെ. പിന്നീട് സിസ്റ്റം ഓഫ് മെഡിസിൻ, മെഡിസിൻ കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, എങ്ങനെയുള്ള മെഡിസിൻ ആണ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ ഈസ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് അവിടെ എന്താ പറയാ, രോഗികൾ താമസിക്കുന്ന പീരീഡിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? യെസ് മാം, കാണുന്നുണ്ട്. കാണാൻ പറ്റും. കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരാളൊന്ന് പറഞ്ഞേ ഏതിന്റെയൊക്കെ ബേസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒരാളൊന്ന് സൈസ്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മള് സൈസിലേക്ക് പോവാണ്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, സൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സൈസിൽ ഇവിടെ പറയുന്നത്, എന്താണ് അവർ അർത്ഥമാക്കുന്നത്, സൈസ് കൊണ്ട് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. Size of a hospital is generally measured by the number of inpatient beds it offers. On the basis of size, a hospital can be classified as small hospital, mid-sized hospital, or a large hospital. Okay. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ അളക്കുന്നത്, മെഷർ ചെയ്യുന്നത് അവിടെയുള്ള ഇൻപേഷ്യന്റ് ബെഡ്സിന്റെ ബേസിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്തൂടെ നടന്നു പോവാണ്. ഒരു ചെറിയ ഹോസ്പിറ്റലും ഉണ്ട്, ഒരു വലിയ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഏതാണ് അതിനകത്ത് വലിയ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചിട്ട് നമ്മൾ യൂഷ്വലി എന്താ പറയാ, വലിയ ബിൽഡിങ്ങിനെയാണല്ലേ നമ്മൾ എന്ത് പറയാ, വലിയ ഹോസ്പിറ്റൽ എന്ന് പറയാ. പക്ഷെ അതിന്റെ ബേസിലല്ല, ഓക്കെ, പുറമേ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ഒരു അപ്പിയറൻസിലല്ല നമ്മൾ എന്ത് നിശ്ചയിക്കുന്നത്, ഹോസ്പിറ്റലിന്റെ സൈസ് നിശ്ചയിക്കുന്നത്. അത് അവിടെയുള്ള ബെഡ്സിന്റെ ബേസിലാണ്. ആ ഹോസ്പിറ്റലില് എത്ര കിടക്കകളാണോ ഉള്ളത്, എത്ര ബെഡ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ബേസിലാണ് നമ്മള് ഹോസ്പിറ്റല് വലുതാണോ ചെറുതാണോ എന്ന് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 2 ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടു. ഒന്നുകൂടെ പറയോ, സൈസ് ഒന്നുകൂടെ പറയോ, എന്താ ഒന്നുകൂടെ പറയോ? ഓക്കെ, പറയാം. അതായത് നമ്മളിപ്പോ എന്താ വഴി കൂടി നടന്നു പോവാ, ഒരു സ്ഥലത്ത് തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലും ഉണ്ട്, ഒരു വലിയ ഹോസ്പിറ്റലും ഉണ്ട്. ഈ 2 ഹോസ്പിറ്റലും നമ്മൾ പുറമെ നിന്ന് കാണുമ്പോ വലിയ ബിൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, സാധാരണ നമ്മൾ എന്ത് പറയാ, വലിയ ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ. പക്ഷെ അങ്ങനെയല്ല, അത് തെറ്റാണ് അങ്ങനെ മെഷർ ചെയ്യുന്നത്. അവിടെയുള്ള ബെഡ്സിന്റെ, അതായത് കിടക്കകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മള് വലിയ ഹോസ്പിറ്റൽ എന്നും ചെറിയ ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു 2 ഹോസ്പിറ്റൽ നമ്മൾ കണ്ടു. അതിനകത്ത് ചെറിയ ഹോസ്പിറ്റലില് 100 കിടക്കകൾ ഉണ്ട്, വലിയ ഹോസ്പിറ്റൽ ആകുമ്പോ 50 കിടക്കകളെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഏതാണ് വലുതെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറയാ? കാരണം എന്താ, കിടക്കകളുടെ എണ്ണം അവിടെ കൂടുതലാ. ഓക്കെ,
അപ്പൊ കിടക്കകൾ എത്ര എണ്ണം ഉണ്ടോ? കൂടുതൽ കിടക്കകളാണെങ്കിൽ അതിനെന്ത് പറയും? വലിയ ഹോസ്പിറ്റൽ എന്നാ പറയുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എന്ത് നിശ്ചയിക്കുന്നത്? അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അളക്കുന്നത് അവിടെയുള്ള ഇൻപേഷ്യന്റ് ബെഡ്സ്, അവിടെയുള്ള കിടക്കകളുടെ കിടപ്പ് രോഗികൾ കിടക്കുന്ന കിടക്കകൾ ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ സൈസ് നിശ്ചയിക്കുന്നത്. ക്ലിയർ ആണോ? Okay, yes, ma'am. ഓക്കെ. Okay. ഇങ്ങനെ നമ്മൾ സൈസിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ തരം തിരിക്കുമ്പോൾ hospital can be classified as small, mid-sized or a large hospital. Okay. അപ്പോ നമ്മൾ ഹോസ്പിറ്റലിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 തരം ഹോസ്പിറ്റലുകളാണ് നമ്മൾ കിടക്കകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് സ്മോൾ ഹോസ്പിറ്റൽ, 2 മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ, 3 ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ. കിടക്കകളുടെ അടിസ്ഥാനത്തിൽ സൈസ് വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നതാണ് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് കേട്ടോ. ഒരാള് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആരാ വായിക്കാം? ഞാൻ വായിക്കാം മാം. ഓക്കെ. നിങ്ങൾ തന്നെ മുമ്പോട്ട് വരിക കേട്ടോ. സ്മാർട്ട് ആയിട്ട് ചെയ്യാനും ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഓക്കെ, വായിച്ചോളൂ. The hospital with approximately 30 or less beds are generally recognized as small hospital. Small hospitals have limited resources and do not offer highly end care. Majority of the hospital in India are small hospitals, especially in suburban and rural areas. It is common practice in small hospitals to outscore various services such as laboratory, radiology and pharmacy, emergency care, intensive care and surgical care facilities are usually at a very basic level in small hospitals. എന്താ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇപ്പൊ പറഞ്ഞ ആള് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ. മുപ്പതോ അതിൽ താഴെ ബെഡ് ഉള്ളതിനെ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയും. പിന്നെ സ്മോൾ ഹോസ്പിറ്റൽസിൽ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മെജോറിറ്റി ഓഫ് ദ ഇന്ത്യയിൽ കൂടുതലും ഈ സ്മോൾ ഹോസ്പിറ്റൽസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ. സബ് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലുമാണ് സ്മോൾ ഹോസ്പിറ്റൽസ് കാണാൻ കഴിയുക. ഓക്കെ. പിന്നെന്താ? ലബോറട്ടറീസ്, റേഡിയോളജി ആൻഡ് ഫാർമസി ഇതൊക്കെ സ്മോൾ ഹോസ്പിറ്റൽസിൽ ഒരു കോമൺ പ്രാക്ടീസ് എന്നുള്ള നിലയിൽ കാണും. ഓക്കെ. എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും സർജിക്കൽ കെയർ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും, പക്ഷെ അത് വെരി ബേസിക് ലെവലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ബേസിക് ലെവൽ ആയിരിക്കും അല്ലെ? ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം എന്താണെന്നല്ലേ. A small hospital with approximately 30 or less beds are generally recognized as small hospital. ആ കുട്ടി വായിച്ചപ്പോൾ എല്ലാവരും മൈൻഡിൽ റീഡ് ചെയ്തായിരുന്നല്ലോ, ഇല്ലേ? യെസ്. ഓക്കെ. അപ്പോ അപ്രോക്സിമേറ്റ്ലി 30 or less beds, അതായത് 30 അതിൽ കുറവോ കിടക്കകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയാ? സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഓക്കെ. 30 or less എന്നാ പറയുന്നത്. 30 അതിൽ കുറവോ ആകാം എന്ത് കിടക്കകളുടെ എണ്ണം, ബെഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ നമ്മള് സാധാരണയായിട്ട് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ എന്നാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. സ്മോൾ ഹോസ്പിറ്റലിന്
ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണുള്ളത്. ഓക്കെ, അതായത് ലിമിറ്റഡ് ആയിരിക്കുള്ളൂ, പരിമിതമായിരിക്കുള്ളൂ റിസോഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഒന്നും അവിടെ ഉണ്ടാവില്ല. എന്താ, ചിലപ്പോ ഡോക്ടേഴ്സ് കുറവായിരിക്കാം, സ്റ്റാഫുകൾ കുറവായിരിക്കാം, നഴ്സുകൾ കുറവായിരിക്കാം, പിന്നെ അവിടെ കൊടുക്കുന്ന മെഷീനറീസിന്റെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അതും എന്താണ്, കുറവാവാനാണ് സാധ്യത. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ, ഭയങ്കര വലുതായിട്ടുള്ള കെയർ ഒന്നും ആര് കൊടുക്കുന്നില്ല, സ്മോൾ ഹോസ്പിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഭയങ്കര ഹൈലി ആയിട്ടുള്ള തീവ്ര പരിചരണം. ഭയങ്കര ഹൈലി ആയിട്ടുള്ള മീൻസ് അതായത് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്ത് കൊടുക്കണം, നല്ല രീതിയിൽ നമ്മൾ മെച്ചപ്പെട്ട പരിചരണം കെയർ കൊടുക്കണ്ടേ. പക്ഷെ അതൊന്നും ആർക്ക് സാധിക്കില്ല, സ്മോൾ ഹോസ്പിറ്റലിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാ, അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നിലവിൽ ഉള്ളത്. ഓക്കെ, അതാണ് ഇവിടെ ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ എന്ന് പറയുന്നത്. Majority of the hospitals in India are small hospitals, especially in suburban and rural areas. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും, അതായത് ഭൂരിഭാഗവും മെജോറിറ്റിയും ഏത് ഹോസ്പിറ്റൽസാ ഉള്ളത്, സ്മോൾ ഹോസ്പിറ്റൽ ആ ഉള്ളത്. ഓക്കെ, മെജോറിറ്റിയും ഏറ്റവും കൂടുതൽ ഉള്ളത് സ്മോൾ ഹോസ്പിറ്റൽ ആണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്മോൾ ഹോസ്പിറ്റൽ ആണെന്ന് പറയാൻ കാരണം? എന്താ അങ്ങനെ പറയുന്നേ? മെജോറിറ്റിയും എന്താ സ്മോൾ ഹോസ്പിറ്റൽ, അതിനൊരു കാരണം ഉണ്ടാവില്ലേ? എന്താ, ഒന്ന് ആലോചിച്ച്, ലോജിക്ക് ഉപയോഗിച്ച് ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും? നമുക്ക് റൂറൽ ഏരിയാസ് ആണ് കൂടുതലും ഉള്ളത്. റൂറൽ ഏരിയാസ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ധാരാളം ഗ്രാമപ്രദേശങ്ങളുണ്ട് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു, ധാരാളം റൂറൽ ഏരിയാസ് ആണ് ഉള്ളത്. അപ്പൊ എന്താണ്, അവിടേക്ക് നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലൊന്നും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഹോസ്പിറ്റലുകളാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യയില് കൂടുതലായിട്ടും ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വേരിയസ് സർവീസ് സച്ച് എസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. എന്താണ് ഔട്ട്സോഴ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഹോസ്പിറ്റലിന് പുറത്തുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിന് പുറത്തുള്ള കാര്യങ്ങള് കേട്ടില്ല മോളെ, ക്ലിയർ ആയില്ല കേട്ടോ. ഹോസ്പിറ്റലിന് പുറത്തുനിന്നാണ് ലബോറട്ടറി ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണോ? അതായത് പറഞ്ഞു തരാം, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാല്? എക്സ്ട്രാ ഇൻകം, എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. എക്സ്ട്രാ ചെയ്തു കൊടുക്കോ? വേറെ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുന്നതാണോ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നു, അത് തന്നെ ഐശ്വര്യ പറഞ്ഞു. പുറമേ ഉള്ള റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സ്മോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് വേണ്ടത്ര എന്താ പറയാ ഇത് കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയെന്ന് വരില്ല, ഉണ്ടാവില്ല. അതായത് റിസോഴ്സസ് ഉണ്ടാവില്ല. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, പുറത്തേക്കാണ് എഴുതി തരിക. അല്ലെങ്കിൽ ഒരു സ്കാൻ അല്ലെങ്കിൽ ഒരു എക്സ്റേ ഒക്കെ ചെയ്യാനായിട്ടാണ് എഴുതി തരുന്നതെങ്കിൽ അത് നമ്മൾ പുറത്ത് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചില മരുന്നുകൾ എവിടെ കിട്ടില്ല, സ്മോൾ ഹോസ്പിറ്റലിൽ കിട്ടില്ല, അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുറത്ത് നിന്ന് വാങ്ങിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഔട്ട്സോഴ്സ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയോളജി സർവീസ് ആയാലും ലബോറട്ടറി ആയാലും ഫാർമസി ആയാലും ഒക്കെ എന്താണ്, അതൊക്കെ എന്താണ്, ഔട്ട്സോഴ്സാ ചെയ്യുന്നത്. പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, അവര് ചെയ്യുന്നത് അല്ലെ, നമുക്ക് എഴുതി തരുന്നത് പുറത്തു പോയി ചെയ്യാനായിട്ട് വരാനാണ് പറയാറ്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ് എന്ത്, ഭൂരിഭാഗവും സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത്? നെക്സ്റ്റ്, എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ്
വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്, ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി കെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റൻസീവ് കെയർ ICUലൊക്കെ കിടത്തേണ്ട ഒക്കെ ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീർത്തും കംപ്ലീറ്റ് ആയിട്ട് ആ രോഗിയെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബേസിക് ലെവലിലുള്ള കെയർ മാത്രമേ ആര് കൊടുക്കുള്ളൂ, സ്മോൾ ഹോസ്പിറ്റലിൽ കൊടുക്കുള്ളൂ. ബേസിക് ലെവൽ കേട്ടോ, തീരെ ബേസിക് ലെവലിലായിട്ടുള്ള കാര്യം മാത്രമേ ആര് ചെയ്തു കൊടുക്കുള്ളൂ, സ്മോൾ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു തീവ്ര പരിചരണമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കാൻ പറ്റില്ല, നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിനെ ആശ്രയിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോ എന്താ പറയാ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായെന്ന് വിചാരിക്കുക, പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു സ്മോൾ ഹോസ്പിറ്റലാണ് കൊണ്ടുചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മുടെ മുറിവ് ഒന്ന് കെട്ടിവെക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്റേണൽ ആയിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രോഗി എന്താ ചെയ്യുന്നേ, റെഫർ ഔട്ട് ചെയ്യുന്നത്, പുറത്തേക്ക് വേറെയുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ സ്മോൾ ഹോസ്പിറ്റല്? അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ട് എഴുതണ്ടേ? സ്മോൾ ഹോസ്പിറ്റൽ സൈസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ആദ്യം ചാപ്റ്ററിന്റെ പേര് എഴുതുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് എഴുതാം, അതിനുശേഷം സൈസ് എന്ന് എഴുതുക, അതിനുശേഷം അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് എഴുതുക. നിങ്ങൾ എഴുതോ, തനിയെ എഴുതോ? എഴുതാൻ പറ്റുമോ നോക്കിയൊന്ന്. എഴുതാൻ പറ്റുമോ തനിയെ? എഴുതാൻ പറ്റും. ഒന്ന് എഴുതുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. കഴിഞ്ഞു മാം. കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു എഴുതിയേ? അപ്രോക്സിമേറ്റ്ലി 30 or less beds. ഓക്കെ, സഫീല കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഇനിയുള്ള ക്ലാസ് പറയുന്നത് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി പറയും, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്രോക്സിമേറ്റ്ലി 30 or less beds, അതാണ് ആദ്യത്തെ പോയിന്റ് വരുന്നത്. എഴുതിയോ? എഴുതിയല്ലേ? മാം ഒന്നുകൂടെ പറയോ? അപ്രോക്സിമേറ്റ്ലി 30 or less beds. നമ്മൾ എപ്പോഴും ഷോർട്ട് ആയിട്ട് എഴുതാം കേട്ടോ, വലിച്ചു വാരി എഴുതാതെ എപ്പോഴും ഷോർട്ട് ആയിട്ട് എഴുതി പോവുക. 30 or less beds. ഇനി അടുത്ത പോയിന്റ് എന്താ വരിക? ഇറ്റ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇതിന് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉള്ളത് അല്ലെ? ലിമിറ്റഡ് റിസോഴ്സസ്. നെക്സ്റ്റ് പോയിന്റ് വരിക, ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ.
മിസ് ഇപ്പൊ പറഞ്ഞ നോട്ട് ഒന്നുകൂടി ഒന്ന് പറയുമോ? ആ എഴുതിയില്ല. ഒന്നും കൂടി പറയാം. ആദ്യം തുടങ്ങി. ആദ്യത്തെ പോയിന്റ് അപ്രോക്സിമേറ്റ്ലി 30 ഓർ ലെസ് ബെഡ്സ് ആണ്. ഓക്കെ, അതിനകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് ഇറ്റ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇറ്റ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ആൻഡ് തേർഡ് പോയിന്റ്, it do not, okay, it do not offer highly end care. It do not offer highly end care. Okay, അപ്പൊ 3 പോയിന്റ് ഞാൻ ആകെ പറഞ്ഞോളൂ കേട്ടോ. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ്, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. ഓക്കെ, majority of the hospital in India are small hospitals. Okay. Next. ടീച്ചർ എൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രോഗിയുടെ ഫുൾ ട്രീറ്റ്മെന്റ് ആണോ പറയുന്നത്? എൻ കെയർ എന്ന് പറഞ്ഞാല് ഡെനോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കെയർ ഒന്നും അവർ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ബെറ്റർ ആയിട്ടുള്ള തീരെ ബേസിക് ലെവലാണ് തീവ്രപരിചരണം എന്നാണോ? തീവ്ര പരിചരണം എന്നാണ്. ഭയങ്കരമായിട്ടുള്ള കെയർ ഒന്നും അവർ കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു രോഗിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തമേ ആ രോഗിയെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഐസൊലേഷനിലൊക്കെ വെച്ചിട്ട് നോക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള കെയറും കാര്യങ്ങളും ഒന്നും എവിടെ കൊടുക്കുന്നില്ല. സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. 4ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? 4ാമത്തെ പോയിന്റ്, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. മെജോറിറ്റിയുടെ അർത്ഥം മെജോറിറ്റി മീൻസ് ഭൂരിഭാഗം അല്ലെങ്കിൽ ഭൂരിപക്ഷം, അതായത് കൂടുതലും, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാം, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഓഫ് ഇന്ത്യ പിന്നെന്താണ്? ആർ സ്മോൾ ഹോസ്പിറ്റൽ. ആർ സ്മോൾ ഹോസ്പിറ്റൽ അതാണ് കേട്ടോ. ഞാനത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ. നാലാമത്തെ പോയിന്റ് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താ വരിക? ഔട്ട്സോഴ്സ് ചെയ്യുക അല്ലെ. ഇറ്റ് ഔട്ട്സോഴ്സ്. ഓക്കെ, ഇറ്റ് ഔട്ട്സോഴ്സ് വേരിയസ് സർവീസ് സച്ച് ആസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. ഓക്കെ, it outsources various services such as laboratory, radiology and pharmacy. Next one. മാം ഒന്നും കൂടി പറയാമോ? ഇവിടെ തന്നെ ഉണ്ട്, നോക്കിയെഴുതാ. ഞാൻ ഇറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഔട്ട്സോഴ്സ്. ഓക്കെ, നിങ്ങൾ ആ ഇതൊന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് നോട്ട് കാണാൻ പറ്റുന്നില്ലേ? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ മുമ്പിൽ ഒരു ഇറ്റ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഔട്ട്സോഴ്സ് വേരിയസ് സർവീസസ് സച്ച് ആസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. ഇനി അടുത്ത പോയിന്റ്, എമർജൻസി കെയർ സർവീസസ്. എമർജൻസി കെയർ services ഏതൊക്കെ എമർജൻസി കെയർ സർവീസ് ഇവിടെ പറയുന്നേ?
intensive care and surgical care intensive care unit, intensive care and surgical care facilities are very basic level. Are very basic level. Okay. അത്രയുമാണ് എന്ത് നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഓക്കെ, ഒരാള് വായിക്കാം മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആരാ വായിക്കാം? മിഡ് സൈസ്ഡ്. Mid-sized hospital, typically having 30 to 100 beds, are also very popular in India. They have more resources than small hospital and are better equipped to provide complex service. However, they are not so comprehensive as large. കാണുന്നില്ല. വിട്ടിട്ടുണ്ട് മോളെ, നോക്കിക്കോളൂ. Okay. Comprehensive as large hospital. They generally offer reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostics and as in-house service. Non-clinical service such as food service, laundry, housekeeping, etc. are usually out-resourced in mid-sized hospital. എക്സ്പ്ലെയിൻ ചെയ്യോ? ഒന്ന് വായിച്ചു നോക്കിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പൊ വായിച്ചില്ലേ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Mid-sized hospital പറയുന്നത് 30 to 100 ബെഡ്സിനുള്ളിലുള്ളവൻ ആയിരിക്കും. പിന്നെ പിന്നെന്താ പറയുന്നേ? വേറെ ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പിന്നെ ലാർജ് ഹോസ്പിറ്റലിൽ അത്രയും ഇത് വരില്ല, സർവീസസ് ഒന്നും വരില്ല. ശരിയാണ്, ലാർജ് ഹോസ്പിറ്റലിൽ അത്രയും എന്ത് വരില്ല, അത്രയും കെയറും കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ റീസണബിൾ ആയിട്ടുള്ള ലെവൽസ് ഉള്ള എമർജൻസി അല്ലെങ്കിൽ ICU കെയർ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ മിക്കവാറും ഉള്ള എല്ലാ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസസും കൊടുക്കുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക്സ്, ഇൻ ഹൗസ് സർവീസസ്, കൊടുക്കുന്നുണ്ട്. നോൺ ക്ലിനിക്കൽ സർവീസസ് കൊടുക്കുന്നുണ്ട്. ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഔട്ട്സോഴ്സ്ഡ് ആയിരിക്കും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ. അപ്പൊ പറയാം അല്ലേ, അതായത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ടിപ്പിക്കലി ഹാവിങ് 30 to 100 ബെഡ്സ് ആണ്. 30 തുടങ്ങി 100 ബെഡുകൾക്കുള്ളിലാണ് എന്ത് വരിക, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലെ കിടക്കകളുടെ എണ്ണം വരിക കേട്ടോ. 30 to 100 അതാണ് അതിന്റെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സ്മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സ്മോൾ ഹോസ്പിറ്റലിൽ എത്രയായിരുന്നു കിടക്കകളുടെ എണ്ണം? എത്രയാ പറഞ്ഞിരുന്നത്? 30 or less. ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 30 to 100 ആണ്. പിന്നെ ആർ ഓൾസോ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് ഇത് ഇന്ത്യയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പോപ്പുലർ ആണ്. ഓക്കെ, നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിന് എന്താ പറഞ്ഞേ? പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട്. മെജോറിറ്റി ആയിട്ടുള്ള ഇന്ത്യയിലെ ഹോസ്പിറ്റൽസ് ഒക്കെ സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. മെജോറിറ്റി ഹോസ്പിറ്റൽ സ്മോൾ ഹോസ്പിറ്റൽ ആണ്. എന്നാൽ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാ? അത് മിഡ് സൈസ്ഡ് ആണ് ഇന്ത്യയില്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, കൂടുതലും ആശുപത്രികൾ എവിടെയാ ഉള്ള ഏതാണ്? അത് സ്മോൾ ഹോസ്പിറ്റലാണ്. എണ്ണം കൂടുതൽ സ്മോൾ ഹോസ്പിറ്റലാണ്. പക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നത്, പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാ? അത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ?
Okay. They have more resources than small hospital. Okay. ഇനി ഇവിടെ പറയുന്നുണ്ട്, അതായത് സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും എന്താണ് കുറച്ചും കൂടി റിസോഴ്സ് ഉണ്ട്. ഓക്കെ, ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും, വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്, ഡോക്ടർ ഉണ്ടാകും, സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ നഴ്സുമാരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്താണ് സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ സർവീസ് ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ എന്താണ് നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും ഒരു രോഗമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സേവനം ആര് തരുന്നുണ്ട്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ഇവിടെ പറയുന്നുണ്ട് ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര എന്താണ് കോംപ്രഹെൻസീവ് അല്ല. ഓക്കെ, ലാർജ് ഹോസ്പിറ്റലിൽ തരുന്ന അത്ര കെയർ ഒന്നും ആര് തരുന്നില്ല? നമുക്ക് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ തരുന്നില്ല. സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും എന്ത് വന്നാലും കൂടുതലാണ് തരുന്നത്. ബെറ്റർ ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്നിരുന്നാലും ഭയങ്കരമായിട്ട് അത്ര മികച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അത് അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? നമ്മൾ ലാർജ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലാർജ് ഹോസ്പിറ്റലിൽ അത്ര എന്തല്ല കോംപ്രഹെൻസീവ് അല്ല എന്ന് പറയുന്നത്. പിന്നെ however they are not large, they generally offer reasonable level of emergency and intensive care and will most of the clinical support service such as diagnostics as an in-house service. Non-clinical services such as food service, laundry, housekeeping are usually outsourced in a mid-sized hospital. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അവര് നമുക്ക് റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഒരു എമർജൻസി ആയിട്ട് ചെന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യാഴികയായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് എന്താണ് അവര് നമ്മളെ കാര്യമായിട്ട് നോക്കും, കാര്യമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും അവര് നമുക്ക് തരും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ രോഗനിർണയം പോലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ എന്താണ് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പോ സ്ട്രോക്ക് ആയിട്ട് ഒരാൾ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും അയാൾ ചിലപ്പോൾ ബോധം കിട്ട് വീണിട്ടുണ്ടാവുക. അയാളെ കൊണ്ടു ചെല്ലുമ്പോൾ അയാൾക്ക് സ്ട്രോക്ക് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലെ ആളുകൾക്ക് പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഫുഡ് സർവീസ് ചെയ്യുന്നുണ്ട്, ലോണ്ടറി ചെയ്യുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ്. ഓക്കെ, അതായത് പുറത്തു നിന്നുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ കമ്പനികളുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ട് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ലോണ്ടറി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ, നമ്മുടെ വാഷിങ്ങും മറ്റുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, വൃത്തിയാക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ആളുകളെ ടൈപ്പ് ആക്കിയിട്ടാണ്. അതാണ് ഇവിടെ ഔട്ട്സോഴ്സ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മള് ചില ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഉച്ചഭക്ഷണം കൊടുക്കുന്നത് അല്ലെ. പല പല സംഘടനകളും ചാരിറ്റബിൾ ട്രസ്റ്റും ഒക്കെയാണ് അത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ ഉള്ള കാരണം ആ ഒരു സംഘടനയും ഈ ഹോസ്പിറ്റലുകാരും തമ്മിൽ എന്താണ് ഒരു ടൈപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെന്റിലാണ് എന്ത് വരുന്നത്, ആളുകൾക്ക് ഫ്രീ ആയിട്ട് കഞ്ഞി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് പുറത്തുള്ള ആളുകളുടെ സഹകരണം ഉണ്ടെങ്കിലാണ് ഇത് നടക്കുക. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലാണ്. ക്ലിയർ ആണോ? ക്യാൻറ്റീൻ ഉണ്ടാവില്ല? എന്താ? ക്യാൻറ്റീൻ? ക്യാൻറ്റീൻ ഉണ്ടാവും, ക്യാൻറ്റീൻ ഉണ്ടാവും. ക്യാൻറ്റീനിൽ അവര് വരുന്നതാണ്, ഫുഡ് സർവീസിൽ വരുന്നതാണ് കേട്ടോ. ക്യാൻറ്റീൻ ഒക്കെ ഫുഡ് സർവീസിൽ വരുന്നതാണ്. പുറത്തുനിന്നുള്ള ആളുകളല്ലേ വന്നവിടെ ചെയ്യുന്നത്. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരായിട്ട് ടൈപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സേവനങ്ങൾ അവിടെ നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പക്ഷെ മിസ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് പുറത്തു നിന്നുള്ള ആളുകളുമായിട്ട് ടൈപ്പ് ആയിട്ടല്ലേ കൊടുക്കുന്നത്, ഹോസ്പിറ്റലിലെ ആളുകളാണോ കൊടുക്കുന്നത്? അതെ, അപ്പൊ അത് ലാർജ് ഹോസ്പിറ്റലല്ലേ ഇല്ലല്ലേ വരിക മെഡിക്കൽ കോളേജ്? അത് വരും, ലാർജ് ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജുകൾ വരിക. പക്ഷെ നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ.
ക്ലിയർ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓരോ പോയിന്റുകളായിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കും കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തേ. ഞാൻ തന്നെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തേ. എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എഴുതിയ പോലെ തന്നെ എഴുതിയാൽ മതി. ഓരോ പോയിന്റ് അവിടെ ഇട്ട് ചെയ്തു പോയാൽ മതി കേട്ടോ. എഴുതി കഴിയുമ്പോ ഒന്ന് പറയാം കേട്ടോ. കോംപ്രഹെൻസീവിന്റെ മീനിങ് എന്തേനു? എന്താ കോംപ്രഹെൻസീവിന്റെ മീനിങ്? കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാല് ഭയങ്കര സങ്കീർണമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. വിപുലമായിട്ടുള്ള അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. മാം ഈ ഇൻഹൗസ് സർവീസ് ഇല്ല, അതൊന്ന് പറഞ്ഞുതരാമോ മാം ഒന്നുകൂടെ ഒന്ന്? ഹൗസ് സർവീസ് എന്ന് പറഞ്ഞവനെ അതായത് ഡയഗ്നോസ്റ്റിക് രോഗനിർണയം അവിടെ തന്നെ വെച്ച് നടക്കുന്നതാണ്, ഉള്ളിൽ തന്നെ. ഓക്കെ മാം. അതാണ് കേട്ടോ പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ഇൻ ഹൗസ് സർവീസ്, രോഗനിർണയം പോലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, പുറത്തേക്കാ വിടുന്നത് അല്ലേ. ലാബ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് നിന്നാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ റിസൾട്ട് കൊണ്ടുവരുന്നത് കാണിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അകത്ത് തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങളുള്ളത്. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. It have 30 to 100 beds. Okay. It is also very popular in India. Okay, very good.
They have more resources than small hospital. Okay, very good. They are better equipped to provide complex services. Okay. They are not so comprehensive than large hospital. Large hospital. Okay. It offers reasonable level of emergency and intensive care. Okay. It will have clinical support services as diagnostic as in-house services. In-house services. Okay. Non-clinical services like housekeeping, food services, laundry, etc. are outsourced in mid-sized hospital. Okay. Okay, very good. Anjana. അപ്പോ ഫസ്റ്റ് വൺ പറഞ്ഞത് ഇത് ടിപ്പിക്കലി ഹാവിങ് അല്ലെ 30 to 100 ബെഡ്സ് ആണ് ഇവിടെ കാണാൻ നമ്മള്. അങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. എത്രയാണ്? ഇറ്റ് ഹാവ് 30 to 100 ബെഡ്സ് എന്ന് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? മോർ റിസോഴ്സസ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ. ഓക്കെ, ഇറ്റ് ഹാവ് മോർ റിസോഴ്സസ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് they offer a reasonable level of emergency and intensive care. Okay, they offer a reasonable level of emergency and intensive care. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താ പറയാ, നോൺ ക്ലിനിക് സർവീസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ്. ഇത്രയും കാര്യങ്ങൾ എന്തിൽ എഴുതിയാൽ മതി നിങ്ങൾ? ഈ ഒരു മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ ഇതിൽ എഴുതിയ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് ലാർജ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ. ലാർജ് ഹോസ്പിറ്റൽ ഒരാൾ അഞ്ചാമത്തെ പോയിന്റ് ഒന്നും കൂടി ഒന്ന് പറയുമോ? ഇവിടെ നോക്കി എഴുതുക കേട്ടോ. നോൺ ക്ലിനിക്കൽ സർവീസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ്. അത്ര എഴുതിയാൽ മതി. മ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ലാർജ് ഹോസ്പിറ്റൽ ആരാ വായിക്കാം? ലാർജ് വായിച്ചോളൂ. ആരെങ്കിലും ഒരാള് വായിച്ചോളൂ. ലാർജ് ഹോസ്പിറ്റൽ വായിച്ചോ. രണ്ടുപേരും തമ്മിൽ തർക്കമായില്ല, ആര് വായിക്കും. ചിന്നു ജോസ് വായിച്ചു. Okay, ma'am. Hospitals with more than 100 beds are recognized as large hospitals. അതായത് ഒരു ഹോസ്പിറ്റലിൽ 100-ലധികം ബെഡ്സ് ഉണ്ടെങ്കിൽ അത് ആ ഹോസ്പിറ്റലിനെ നമുക്ക് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയാം. വെരി ഓഫൺ ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. അതായത് ലാർജ് ഹോസ്പിറ്റലിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും, എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് plentiful resources to handle large number of patients and complex health issues. അതായത് ലാർജ് ഹോസ്പിറ്റലിൽ ധാരാളം റിസോഴ്സസ് ഉണ്ട്. ഒത്തിരി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരിക്കും. They typically have a completely developed ICU, operation theatre complex, emergency care units and all other clinical support units such as laboratory and radiology. അവിടെ നമ്മുടെ അതായത് ഒരു പേഷ്യന്റിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനുള്ള ICU ഉണ്ടായിരിക്കും. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരിക്കും. പിന്നെ 2 ലബോറട്ടറി വരുന്നുണ്ട്. ഒരു ലബോറട്ടറി ഉള്ളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ലാർജ് ഹോസ്പിറ്റലാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പേര് പോലെ തന്നെ വലിയ ഹോസ്പിറ്റലാണ് ഇത് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ്, 100 കിടക്കുകളിൽ കൂടുതലാണ് എന്ത് വരിക? ലാർജ് ഹോസ്പിറ്റൽ വരിക. ഒരു ലാർജ് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് 100 കിടക്കുകളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നത് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ആണ്. അതായത് പല രോഗങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ?
ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള, അതായത് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളുമാണ് നമ്മൾക്ക് ലാർജ് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് പ്ലെന്റിഫുൾ റിസോഴ്സസ്, അതായത് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സ് ഒക്കെ കൂടുതലാകും, ഡോക്ടേഴ്സ് ഉണ്ടാകും, നഴ്സുമാരുണ്ടാകും, അവർ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകും, പിന്നെ റിസപ്ഷൻ തുടങ്ങി ഹൗസ് കീപ്പിംഗ് വരെയുള്ള ആ ഒരു ഇതില് മേഖലകളിൽ ജോലി ചെയ്യുന്ന, ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകും, നമുക്ക് സാധിക്കും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. റോബോട്ടിക്സിന്റെ ഒക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കും ചിലപ്പോ ചില സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ലാർജ് ഹോസ്പിറ്റൽസിലാണ്. ഓക്കെ, പിന്നെ പേഷ്യന്റ്, അവിടെ വരുന്ന പേഷ്യന്റിനും മറ്റും എന്ത് തരം, ഇപ്പോ പല ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് വരുന്ന ആളുകളും ആണെങ്കിലും അവർക്കൊക്കെ എന്താണ് നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ലാർജ് ഹോസ്പിറ്റലിന് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് ICU, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ICU ഉണ്ടാകും. പിന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ എമർജൻസി കെയർ യൂണിറ്റ്സ് ഉണ്ടാകും. അതുപോലെ ക്ലിനിക്കൽ സപ്പോർട്ടും ലബോറട്ടറി ഒക്കെ എവിടെയുണ്ട്, നമുക്ക് ലാർജ് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നോട്ട് എഴുതാം നമുക്ക് അല്ലെ. ലാർജ് ഹോസ്പിറ്റലിൽ നോട്ട് ഫസ്റ്റ് പോയിന്റ് എന്താ വരിക? മോർ ദാൻ 100 ബെഡ്സ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് വരിക മോർ ദാൻ 100 ബെഡ്സ് കേട്ടോ. ഓക്കെ, മോർ ദാൻ 100 ബെഡ്സ് വരും. ഞാൻ കമന്റിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ്. ഇറ്റ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ വരിക? അടുത്തത് എന്താ വരിക? ഇറ്റ് ഹാവ് അല്ലെ, ഇറ്റ് ഹാവ് എ പ്ലെന്റിഫുൾ റിസോഴ്സസ്. ഇറ്റ് ഹാവ് എ പ്ലെന്റിഫുൾ റിസോഴ്സസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ടിപ്പിക്കലി ഹാവ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ യൂണിറ്റ്സ്. ആ 3 പോയിന്റ് എഴുതുക കേട്ടോ. കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU, കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU. അവിടെ തുടങ്ങിയുള്ള പോയിന്റ് എന്ന് എഴുതാം കേട്ടോ. കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, എമർജൻസി കെയർ യൂണിറ്റ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ ലാർജ് ഹോസ്പിറ്റൽ. എഴുതിയില്ല എല്ലാവരും? എഴുതിയോ? ഓപ്പറേഷൻ അതൊന്നും കൂടി ഒന്ന് പറയുമോ? മോളെ ലാർജ് ഹോസ്പിറ്റൽ പ്ലെന്റിഫുൾ റിസോഴ്സ് എഴുതി. കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ യൂണിറ്റ്സ്. അത്രയും മതി. പോയിന്റ് അല്ലേ നമ്മൾ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, നോട്ട് ചെയ്തിട്ട് എന്താ ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ടൈപ്പ് ചെയ്തിട്ടോ ഒന്ന്. ഓക്കെ, നെക്സ്റ്റ് ലെവൽ ഓഫ് കെയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ സൈസിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ? ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. ഓക്കെ, ഒരാളൊന്ന് വായിച്ചേ ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയറും വായിക്കണം, പ്രൈമറി കെയറും വായിക്കണം. ആരാ വായിക്കാം? Level of care. ആ, Another basis of classifying hospitals is level of care, which are basically three: primary care, secondary care, and tertiary care. Primary care, the hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. In government system, primary health centers are the hospitals that provide primary care. Primary care hospitals are simple organizations with limited resources. എന്താ പറയുന്നത് മോളെ? എന്താ വായിച്ചിട്ട് മനസ്സിലായേ? ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതില് ഒരു ബേസിസ് എന്ന് പറയുന്നതാണ് ലെവൽ ഓഫ് കെയർ. അത് ബേസിക് ആയിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈമറി കെയർ, രണ്ടാമത്തത് സെക്കൻഡറി, മൂന്നാമത്തത് ടെർഷ്യറി കെയർ. അതിൽ ഒന്നാമത്തതാണ് പ്രൈമറി കെയർ. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ ബേസിക് മെഡിക്കൽ കെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതായത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, പുറമേ നിന്നുള്ള ആളുകൾ കൺസൾട്ട് ചെയ്യുക, പിന്നെ കുത്തിവെപ്പ് എടുക്കുക, പിന്നെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് മരുന്ന് നൽകുക, സുഖപ്രസവം, അങ്ങനെയുള്ള പ്രൈമറി കെയർ ആയിരിക്കും അവിടെ അങ്ങനത്തെ ഉള്ള ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുക. പിന്നെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് ഈ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വൃത്തിയായിട്ട് പറഞ്ഞു, നല്ല. അപ്പോ ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാല് അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽസ് ഈസ് ലെവൽ ഓഫ് കെയർ. നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇത് ലെവൽ ഓഫ് കെയറിന്റെ ബേസിലാണ്. ലെവൽ ഓഫ് കെയറില് നമുക്ക് 3 കെയർ ആണ്. ഒന്ന് പ്രൈമറി കെയർ, 2 സെക്കൻഡറി കെയർ, മൂന്നാമത് ടെർഷ്യറി കെയർ. അപ്പൊ നമുക്ക് എന്താണ് പ്രൈമറി കെയർ എന്ന് നോക്കാം അല്ലെ. The hospitals that provide basic medical care such as outpatient consultation. അതായത് ചില ഹോസ്പിറ്റലുകള് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ കൊടുക്കും അല്ലെ. അതായത് പുറത്തു നിന്നുള്ള രോഗികൾ വരുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ പുറത്തു നിന്നുള്ള രോഗികളെ നോക്കുന്ന ആ ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് എന്ത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുത്തിവെപ്പുകൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് ഇപ്പൊ പട്ടിയോ പൂച്ചയോ ഒക്കെ മാന്തുകയാണെങ്കിൽ അവർക്ക് TT പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ലേ? അങ്ങനെയൊക്കെ എടുക്കുന്ന ഹോസ്പിറ്റലാണ് എന്ത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ എയിൽമെന്റ്, അതായത് അത് ചെറിയതായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയുള്ള മെഡിസിൻ, മരുന്നുകൾ എവിടെ കൊടുക്കുന്നുണ്ട്? ലളിതമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്ന് നമുക്ക് പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇനി മഴക്കാലം വരാൻ പോകുന്നത്, ധാരാളം പനിയല്ലേ, കുറെ പനികൾ ഉണ്ടാവും അല്ലെ, ഫീവർ ഉണ്ടാവും നമുക്ക് കൂടുതൽ ആളുകൾക്ക്. അപ്പൊ സീസണിൽ വരുന്ന, ഇപ്പൊ വേനൽക്കാലം ആണെങ്കിൽ മേത്തൊക്കെ ചൂട് കുരുവൊക്കെ പൊന്തില്ലേ, അതൊക്കെ എന്താ പറയാ? സീസണലായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും വേനൽക്കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ എവിടെ മരുന്നുണ്ട്? ഈ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ മരുന്നുണ്ട്. അതുപോലെ തന്നെ സുഖപ്രസവങ്ങൾ, ഓപ്പറേഷൻ സിസേറിയന്റെ കാര്യമല്ല പറയുന്നത്, നോർമൽ ഡെലിവറീസ് ആര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കിക്കാണുവാണെങ്കിൽ PHC ആണ് പ്രൈമറി ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ നമ്മൾ പഠിച്ച ആ PHC ആണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? പ്രൈമറി ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാല് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. പിന്നെ എന്താ പറയുന്നത്? ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ.
ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ചെന്നാലേ കിട്ടുള്ളൂ. ലിമിറ്റഡ് ആണ്, ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളോ ട്രീറ്റ്മെന്റോ ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ നോട്ട് എഴുതാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യാൻ തന്നെ വായിക്കാം, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം.